നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്കിടെ സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം വളരെ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും ഒരു തരത്തിലുമുള്ള ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലോടെ ഓരോ വകുപ്പുകളും മുന്നോട്ടു പോകണമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. വീഴ്ചയൊക്കെ സ്വാഭാവികം, അതുകൊണ്ടാണ് നടപടി എടുക്കുന്നത്. ഈ സംഭവം മാത്രം പർവ്വതീകരിക്കേണ്ട ആവശ്യമില്ല എന്നും MV ഗോവിന്ദന്റെ വിശദീകരണം. ഒരു ഓപ്പറേഷൻ ഇങ്ങനെ ഉണ്ടായെന്ന് വെച്ച് ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്നിട്ടുള്ള നാടാണ് നമ്മുടെ നാട്. അതിനൊന്നും ഇത്തരത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. അതൊന്നും കാണാതെ ഇത് മാത്രം പർവ്വതീകരിക്കേണ്ട ആവശ്യം നിലവിലില്ല എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. തുടർച്ചയായി വീഴ്ചകളൊന്നും ഉണ്ടാകുന്നില്ല, ഒന്നോ രണ്ടോ ഉണ്ടാകും. ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിൽ 2 എണ്ണം ചൂണ്ടിക്കാട്ടി എല്ലാം തെറ്റാണെന്ന് പറയാൻ സാധിക്കുമോ എന്നും MV ഗോവിന്ദന്റെ ചോദ്യം. പക്ഷേ അതാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് സർക്കാരിനെതിരെ വാർത്ത സൃഷ്ടിക്കണം. വീഴ്ചയുണ്ടായത് കൊണ്ടാണല്ലോ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത്. ഇത് വളരെ വളരെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവം ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലോടെ മുന്നോട്ട് പോകുമെന്നും ആരോഗ്യ മേഖല സെൻസിറ്റീവായ മേഖലയാണെന്നും അതിനാൽ വളരെ ശ്രദ്ധയോടെയാണ് ആരോഗ്യ മേഖല പോകുന്നതെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. എന്നാൽ ഇങ്ങനെ അപൂർവമായ സംഭവങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കാനുള്ള മുൻകരുതലോടുകൂടി മുന്നോട്ട് പോകുമെന്നാണ് സർക്കാരും മന്ത്രിയും തമ്മിൽ തീരുമാനിച്ചിരിക്കുന്നതെന്നും MV ഗോവിന്ദന്റെ വിശദീകരണം. ഡോക്ടറെ സസ്പെൻഡ് ചെയ്താൽ ഡോക്ടർമാരുടെ സംഘടന പ്രതിഷേധിക്കും. അത് ഉറപ്പായിട്ടും ഉണ്ടാകാവുന്ന പ്രതിഷേധമാണെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ വീട്ടിൽ റീത്ത് വച്ചതടക്കമുള്ള സംഭവങ്ങൾ UDFന്റെ അറിവോടെയാണെന്നും കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. പല സ്ഥലത്തും റീത്ത് വയ്ക്കുന്നുണ്ടെങ്കിലും ഞങ്ങളാണ് റീത്ത് വയ്ക്കുന്നതെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ആദ്യമായി റീത്ത് വെച്ചത് യൂത്ത് കോൺഗ്രസ് ആണ്. യൂത്ത് കോൺഗ്രസുകാർക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ നില തുടർന്നാൽ സ്വാഭാവികമായും വരുന്നത് ഇതിന്റെ ഭാഗമായുള്ള പ്രതികരണം കൂടിയാകും. അപ്പോൾ അത് വലിയ സംഘർഷത്തിലേക്ക് എത്തും. സംഘർഷമുണ്ടാക്കാനാണ് യൂത്ത് കോൺഗ്രസും UDFും ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും MV ഗോവിന്ദന്റെ വിമർശനം. കേരളം സമാധാന അന്തരീക്ഷത്തിൽ പോവുകയാണ്. അതിനെ തകർക്കാനുള്ള ഗൂഢാലോചന കൂടി ഇതിന് പിന്നിലുണ്ട്. ഇത് UDF അറിയാതെ നടക്കുന്നതല്ല, അവർ കൂടി അറിഞ്ഞുകൊണ്ട് നടക്കുന്നതാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട സംഭവങ്ങൾ, അടിക്കടി ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിലാണ് MV ഗോവിന്ദന്റെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ മറ്റൊരു യുവതിയുടെ ഒരു വെളിപ്പെടുത്തൽ കൂടി വരുന്നുണ്ട്. വളരെ ഭയാനകമായ ഒരു വെളിപ്പെടുത്തൽ ഒരു യുവതി നടത്തിയിരിക്കുന്നു. എന്താണെന്ന് നോക്കാം. പ്രത്യേകിച്ച് ബിന്ദു എന്ന ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടി, അതുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു വെളിപ്പെടുത്തൽ വിശദമായി നോക്കാം. 2000 രൂപ കൈക്കൂലി കൊടുത്തപ്പോഴാണ് മുറിവിൽ ഈ ഡോക്ടർ മരുന്ന് വെച്ചതെന്നാണ് ഈ യുവതിയുടെ വെളിപ്പെടുത്തൽ. എന്തായാലും ആ സത്യാവസ്ഥയൊക്കെ ഈ യുവതിയുടെ വെളിപ്പെടുത്തലുമൊക്കെ നമ്മൾ ഒരു വശം മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്തായാലും അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ എന്തായാലും നിലവിൽ വന്നിട്ടുണ്ട്. മലാശി മുറിഞ്ഞതിനെ തുടർന്ന് 5 ശസ്ത്രക്രിയയാണ് നടത്തിയതെന്നും 2025 ജൂൺ 19 പ്രസവം. മലാശിയും 2.7 സെന്റിമീറ്റർ മുറിഞ്ഞു. യാത്ര ചെയ്തതിനാലാണ് മുറിവുണ്ടായത് എന്നായിരുന്നു ഡോക്ടർ ബിന്ദു അന്ന് തന്നോട് പറഞ്ഞത്. ഒടുവിൽ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞുവിട്ടു. അവിടെ മാത്രം ചെലവായത് 6 ലക്ഷം രൂപയാണ്. ചികിത്സയ്ക്കായി ഭർത്താവിന്റെ ഓട്ടോ വിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ലോൺ എടുക്കുകയുണ്ടായി. ശരീരത്തിന് പുറത്ത് പിടിപ്പിച്ച ബാഗിലൂടെയാണ് ഇപ്പോൾ മലവിസർജനം നടത്തുന്നത്. മകനെ ഒന്ന് എടുക്കാൻ പോലും തനിക്ക് സാധിക്കുന്നില്ല. മകന്റെ നൂലുകെട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ഹസ്നയുടെ പരാതിയിൽ ആരോഗ്യ വകുപ്പ് നടപടിയെടുത്തില്ല. അതിനിടെയാണ് പ്രസവത്തിനിടെ വിതുര സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞു മരിച്ച കേസിൽ ഡോക്ടർ ബിന്ദു സസ്പെൻഷനിലായത്. അതായത് ഈ ഡോക്ടർക്കെതിരെ സ്ഥിരം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗുരുതരമായ ആരോപണങ്ങൾ. ഇപ്പൊ ഈ അവസ്ഥ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രസവത്തിന് ആശുപത്രിയിൽ ചെന്നതാണ്, അപ്പോൾ മലാശയം മുറിയുന്നു, അത് ഇന്ന കാരണത്താലാണെന്ന് പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വിടുന്നു. ശസ്ത്രക്രിയ, സാധാരണക്കാരായ ആൾക്കാരാണ് 6 ലക്ഷം ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യം. കഠിന വേദനയിലൂടെ കടന്നുപോയ ദിനങ്ങൾ. എന്ത് ക്രൂരമായ സംഭവങ്ങളാണ് ഇപ്പോൾ ഒരു സംഭവം പുറത്തു വന്നതിന് പിന്നാലെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഭയാനകം. ശസ്ത്രക്രിയയ്ക്ക് വിധേയമായതോടെ ജനനേന്ദ്രിയത്തിലൂടെ ശരീര വിസർജ്യം പുറത്തേക്ക് പോകാൻ തുടങ്ങി. അത്തരത്തിലുള്ള ഗുരുതരാവസ്ഥയിലേക്ക് താൻ എത്തി എന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതിന് പരിഹാരമായി സ്റ്റോമ ബാഗ് വയറിന് പുറത്ത് ഘടിപ്പിച്ച് വിസർജ്യ വസ്തുക്കൾ പുറത്തെടുക്കാമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. ജൂലൈ 30 സ്റ്റോമ ബാഗ് ശരീരത്തിൽ ഘടിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും ജനനേന്ദ്രിയത്തിൽ കൂടി വിസർജ്യം പുറത്തു വരുന്നത് അതിന് തടസ്സമുണ്ടായില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. കുഞ്ഞിന് പാൽ കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ താൻ എത്തുകയും ചെയ്തു. സിസേറിയൻ കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റി 3 ദിവസം കഴിഞ്ഞപ്പോഴാണ്
തുന്നലിട്ട ഭാഗത്ത് കൂടിയാണ് വിസർജ്യം പോകുന്നതെന്ന് മനസ്സിലായത്. മുറിവുണങ്ങുമ്പോൾ ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷെ മുറിവുണങ്ങിയില്ല. 10ാം നാൾ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ സ്ഥിതി തുടർന്നു. ഒപ്പം കടുത്ത വേദനയും തനിക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഈ 23-കാരി വെളിപ്പെടുത്തുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ താൻ വീണ്ടും കണ്ടു. പക്ഷെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും യാതൊരു രീതിയിലുള്ള മാറ്റവും ഉണ്ടായില്ല. ജൂലൈ 14-ന് ഡോക്ടർ തന്നെ ആംബുലൻസ് വിളിച്ച് യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു. തുടർന്നാണ് സ്റ്റോമ ബാഗ് ഘടിപ്പിച്ചത്. സിസേറിയൻ സമയത്ത് ജനനേന്ദ്രിയത്തിന്റെ ഭാഗത്തുണ്ടാക്കിയ മുറിവ് ഭേദമായാൽ അതുവഴി വിസർജ്യം പുറത്തു വരുന്നത് നിലയ്ക്കും. എന്നിട്ട് ബാഗ് മാറ്റുമ്പോൾ വിസർജ്യം സാധാരണ രീതിയിൽ പുറത്തു പോകേണ്ടതാണ്. അതിനായി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ഒക്ടോബർ 22-ന് യുവതിക്ക് പ്ലാസ്റ്റിക് സർജറി നടത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതും ഫലം കണ്ടില്ല. തുടർന്ന് കുടലിന്റെ കൂടുതൽ ഭാഗം ശരീരത്തിന് പുറത്തു വയ്ക്കാനുള്ള ശസ്ത്രക്രിയ നവംബർ 5-ന് ചെയ്തു. 11-ന് വീട്ടിലെത്തി. വേദന കുറയുന്നില്ല. ഡിസംബർ 6-ന് വീണ്ടും അഡ്മിറ്റ്. 23 വരെ ആശുപത്രിയിൽ തുടർന്നു. യാതൊരു പരിഹാരവും ഉണ്ടായില്ല. കേൾക്കുമ്പോൾ തന്നെ ഭയാനകമായി തോന്നുന്ന കാര്യങ്ങളാണ്. ഒരു ഡോക്ടറുടെ അശ്രദ്ധയിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി ഒരാള് തീ തിന്ന് അല്ലെങ്കിൽ വേദന തിന്ന് ജീവിക്കേണ്ടി വരുന്നു എന്നത് വളരെ ഭയാനകമായ വെളിപ്പെടുത്തലായി തന്നെ മാറിയിരിക്കുകയാണ്. ഡോക്ടർമാർ തന്നോട് പറഞ്ഞിട്ടുള്ളത് ജനനേന്ദ്രിയ ഭാഗത്ത് വീണ്ടും പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നും അതിന് 3 മാസം കാത്തിരിക്കണമെന്നുമാണ്. അതുവരെ വേദന സഹിക്കണമെന്നും പറഞ്ഞാണ് തന്നെ ഡിസ്ചാർജ് ചെയ്തത്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വയറിന്റെ ഇടതുഭാഗത്ത് കൂടി പഴുപ്പൊലിച്ചു തുടങ്ങി. അസഹ്യമായ വേദന കാരണം യുവതി കടയ്ക്കലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. അവിടെ വീണ്ടും ശസ്ത്രക്രിയ ചെയ്ത് സ്റ്റോമ ബാഗിന്റെ സ്ഥാനം മാറ്റി ഇനിയും ചികിത്സ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രിയിൽ തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ ഈ യുവതിയുടെ കുടുംബം വളരെയധികം കഷ്ടപ്പെടുകയാണ്. എന്തായാലും വളരെ ഭയാനകമായ വെളിപ്പെടുത്തലുകൾ. നമുക്കൊരു അസുഖം വരുമ്പോൾ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജുകളൊക്കെ ആശ്രയിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. അവർക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി പണം മുടക്കി ചികിത്സ അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ സാധാരണക്കാരായ ആളുകളാണ് മെഡിക്കൽ കോളേജ് ആശ്രയിക്കുന്നത്. അപ്പോൾ അവിടങ്ങളിൽ നിന്ന് നേരിടുന്ന ഭയാനകമായ അനുഭവങ്ങൾ, അവിടെ നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള ദുരവസ്ഥകൾ, എത്ര ഭയാനകമായ കാര്യങ്ങൾ, എത്ര വേദനാജനകമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെയധികം ഭയപ്പെടുത്തുന്നു. അവരനുഭവിച്ച വേദന പുറത്തു പറയാൻ കാണിക്കുന്ന ധൈര്യം, അത് തന്നെയാണ് വലുത്. അത് പുറത്തു പറയുമ്പോൾ മാത്രമാണ് എന്ത് ദുരിത അവസ്ഥ, എന്തൊക്കെയാണ് ആൾക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു സത്യത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ പുതിയ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ ഭയാനകമായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ഇത്തരത്തിൽ ദുരിതങ്ങൾ നേരിടുന്ന ആരെങ്കിലും ഉണ്ടോ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പ്രതികരിച്ച ഒരു പ്രതികരണം, ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ കേരളീയർ ഒന്നടങ്ങ് നടുങ്ങിയിരിക്കുകയാണ്. ഒരു യുവതിയുടെ വയറ്റില് അവരുടെ പിഴവ് കൊണ്ട് ഒരു കത്രിക കുടുങ്ങിയിരിക്കുകയാണ്. പക്ഷെ എത്ര നിസാരവൽക്കരിച്ചാണ് ആ ഡോക്ടർ ആ വിഷയത്തിൽ പ്രതികരിച്ചത്. കത്രിക വയറിനുള്ളിൽ 5 കൊല്ലം ഇരുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണം. 50 വർഷം കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. ഇത് വയറ്റിൽ വെച്ചതുകൊണ്ട് ഒന്നും അറിയത്തില്ല. ഇത് 20 കൊല്ലം മുമ്പ് വെച്ചതാകാം, ഇപ്പോൾ വെച്ചതാണെന്നതിന് ഒരു തെളിവുമില്ല എന്നും ഡോക്ടർ ലളിതാംബിക പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ഒന്നടങ്കം ഞെട്ടിപ്പോയി. ഒരു ഡോക്ടർ ഇത്ര ലാഘവത്തോടെയാണ് ഒരു സ്ത്രീ അവിടെ വേദന തിന്നുന്നു, ഒരു സ്ത്രീ അവിടെ 5 വർഷം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നു അവരുടെ പിഴവ് കൊണ്ട്, അതിനെ ഇത്ര നിസ്സാരവൽക്കരിച്ച ഒരു ഡോക്ടർക്ക് എങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം മലയാളികൾ ഒന്നടങ്കം ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. കെമിക്കൽ ടെസ്റ്റ് നടത്തി ഉപകരണത്തിന്റെ പഴക്കം കണ്ടുപിടിക്കേണ്ടി വരുമെന്നും ഇപ്പോഴുണ്ടായത് യൂറിനറി സ്റ്റോണിന്റെ സിംറ്റം ആണെന്നും ഈ ഉപകരണം 20 കൊല്ലം ഇരുന്നാലും അറിയണമെന്നില്ല, അല്ലെങ്കിൽ അത് കുടലിൽ തുളച്ചു കയറണം, അങ്ങനെയൊന്നും കയറിയിട്ടില്ല, വെർട്ടിക്കലായിട്ടിരിക്കുന്ന എക്സ്റേ ആണ് കണ്ടത്, താൻ ചെയ്ത ശസ്ത്രക്രിയ അല്ല എന്ന് ഉറപ്പാണെന്നും ഡോക്ടർ ലളിതാംബിക പറഞ്ഞിരുന്നു. എന്നാൽ ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെയും കഴിഞ്ഞ ദിവസം നടപടി സ്വീകരിച്ചിരുന്നു. അക്ഷരാർത്ഥത്തിൽ ആശുപത്രി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഭീതി ജനിക്കുന്ന ആയിട്ടല്ല മാറേണ്ടത്. അത് നമുക്കൊരു ആശ്വാസം നൽകുന്ന സ്ഥലമായി തന്നെ ഇരിക്കണം. അതിന് വേണ്ട നടപടികൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ചികിത്സ എല്ലാ പൗരന്റെ അവകാശം തന്നെയാണ്. അത് പൈസ കൊടുത്ത് അല്ലെങ്കിൽ സർക്കാർ ശമ്പളം വാങ്ങുന്നതിൻ്റെ കൂട്ടത്ത് രോഗികളിൽ നിന്നും കൂടി പിഴിഞ്ഞു വാങ്ങിച്ച് അത്തരത്തിൽ സേവനം ചെയ്യുന്ന ഡോക്ടർമാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ മുഖംമൂടി വലിച്ചു കയറി പുറത്തേക്ക് കൊണ്ടുവരികയും അവർക്കെതിരെ നടപടി എടുക്കുകയും വേണം. ഇത്തരത്തിലുള്ള വീഴ്ചകൾ, പിഴവുകളൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ, അത്തരത്തിലുള്ള ദുരനുഭവങ്ങളൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഏവരും ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.